പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ഇന്ന് ഡിസംബർ 6 തീയതി വെള്ളിയാഴ്ച. എല്ലാവർക്കും കർത്താവിൻ്റെ ഈ ആഗമനകാലത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും. നമ്മൾ പതുക്കെ പതുക്കെ ക്രിസ്മസിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അട്ടിടയന്മാരെ പോലെ മാതാവായ മറിയത്തിൻ്റെ കൂടെ ഉണ്ണീശോയെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ നിയോഗം സമർപ്പിക്കുക. അത്യപൂർവ്വം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് മുട്ടതിക്കാൻ പറ്റുന്നവർ മുട്ടയെന്ന് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ ദിവസത്തിന് കർത്താവിൻ്റെ കൈകളിൽ നിന്ന് അനുഗ്രഹം യാചിക്കുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ മകൾ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ അച്ഛൻ്റെ പ്രാർത്ഥന കൂടുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങളുടെ കൈ, ഇപ്പോൾ ഇന്നൊരു പ്രമാണം നടക്കുന്ന ദിവസമാണ്, അല്ലെങ്കിൽ എഗ്രിമെന്റ് നടത്തുന്ന ദിവസമാണ്. അപ്പം അതിൻ്റെ നക്കലുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് കൈ പിടിക്കണം. നിങ്ങൾ ഇന്നൊരു സർട്ടിഫിക്കറ്റിന് പോകുന്ന ദിവസമാണ്. അപ്പോൾ അതിനു വേണ്ടി അവിടെ കൊടുക്കേണ്ട ഒപ്പിട്ട് കൊടുക്കേണ്ട പേന, അങ്ങനെയുള്ള കൈ പിടിക്കണം. അപ്പം ഇന്ന് എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പം ഇന്നൊരു അഡ്വാൻസ് കൊടുക്കുന്ന ദിവസമാണ്. അപ്പം അതിൻ്റെ 10 രൂപ അല്ലെങ്കിൽ 100 രൂപ എടുത്ത് കൈ പിടിക്കണം ഈ പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പം ഞങ്ങൾക്ക് സമയം തരാം, മക്കൾക്ക് എടുത്തുകൊണ്ട് വരാനൊക്കെയുള്ള സമയം തരാം. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക, ഇപ്പം അടുക്കള കെട്ടാൻ പോവുകയാണ്, അപ്പം നിങ്ങൾ അച്ഛൻ്റെ മൊബൈലുമായിട്ട് ആ അടുക്കള കെട്ടുന്ന സ്ഥലത്ത് പോയി നിൽക്കണം. ഒരു എക്സ്റ്റൻഷൻ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കാർ ഷെഡ് ഇടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഗേറ്റ് വെക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഇത് പറയണില്ലേ,
അപ്പം നാളെ മുതൽ നിങ്ങൾ ഈ ആ സബ്ജക്റ്റ് വൈസായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നത് കർത്താവിന് ആ ഭൂമിയെ, ആ സ്ഥലത്തെ, ആ ഇടത്തെ ഏൽപ്പിക്കണം. ഓക്കെ, പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മക്കള് ഇന്ന് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പല വിഷയങ്ങൾ കർത്താവ് ഈ സ്ഥലത്ത് തന്നെ ഇപ്പോഴും പ്രയർ ഇൻറ്റൻഷൻസ്, പ്രാർത്ഥനാ നിയോഗങ്ങളെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈശോയെ, അവർ ടൈപ്പ് ചെയ്യുന്ന നിയോഗങ്ങളെ അങ്ങയുടെ തിരുസനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശരീരത്തിന് പാണ്ടുള്ള ഇപ്പം നീ കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് നെറ്റിയിൽ സൈഡിലൊക്കെ പാണ്ട് പോലെ ഇരിക്കുന്നവർ കാണിച്ചു തരുന്നു. അതെല്ലാം നീ വിശുദ്ധമായ രക്തത്താൽ അവർ തളയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശരീരം വല്ലാതെ ചുരുങ്ങി വരുന്നവർ, കിഡ്നി ചുരുങ്ങുന്നവർ, സമയത്ത് ശ്വാസകോശം ചുരുങ്ങുന്നവർ, അവരെ എല്ലാം കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തത്താൽ അങ്ങ് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങളെ കഴുകണമെന്ന് കർത്താവ്. നിന്റെ ഉന്നതമായ നാമത്തിൽ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയെ. കർത്താവ് പലതരത്തിലുള്ള കേസുകളിൽ പെട്ടിരിക്കുന്നവരുണ്ട്. കുടുംബ കോടതിയിൽ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സിവിൽ കോടതിയിൽ, പറമ്പ് സംബന്ധമായ കേസുകൾ, ജോലി സംബന്ധമായ കേസുകൾ. കർത്താവ് അങ്ങയുടെ മക്കളുടെ നീതി ലഭിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിനെ ഏൽപ്പിക്കുന്നു. കർത്താവ് പിൻകഴുത്ത് പഴുത്ത് ഇങ്ങനെ മുറിഞ്ഞൊക്കെ ഇരിക്കുന്നവരെ കാണിക്കുന്നുണ്ട്. ചൊറി പോലെ പിടിച്ച പോലെയൊക്കെ അവരൊക്കെ എല്ലാം വിശുദ്ധമായ തലയ്ക്ക് പ്രാർത്ഥിക്കുന്നു. വല്ലാണ്ട് മുടി കൊഴിഞ്ഞു പോയിട്ട് ശരീരം ചൊറിയുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഇപ്പോഴാരെല്ലാം നീ കാണിക്കുന്നുവോ അവരെല്ലാം നിന്റെ തിരുമുറുപാടുന്ന വലത് കർത്താവ് സ്പർശിക്കണം ഈശോയെ. ഒറ്റപ്പെട്ട് ഒരു വീട്ടിൽ രണ്ടുപേർ മാത്രം താമസിക്കുന്നുണ്ട്. അവർക്ക് പരസ്പരം ബോറടിച്ചിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ജീവിച്ചു പോണ്. മിക്കവാറും പലപ്പോഴും സ്നേഹത്തെക്കാളും വഴക്കാണ്. ഭാര്യയാണോ ഭർത്താവാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അവരങ്ങനെ വീടുകളിലൊക്കെ ഒരേ ആളെ തന്നെ എപ്പോഴും കണ്ടും കേട്ടും വീട്ടിൽ തന്നെ ഇരുന്ന് എന്തൊക്കെ പ്രത്യേക അവസ്ഥകളിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. ഈ തുറന്ന ജയിലും കാണാത്ത കയറുമെന്നൊക്കെ പറഞ്ഞ പോലെ മനുഷ്യരെ കെട്ടപ്പെട്ട അവസ്ഥയിലുള്ള ആൾക്കാരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് വാഹനം ഓടിക്കുന്ന പേടിയുള്ള പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് ഈശോയെ. ഇവിടുന്ന് പോണവർ അതുപോലെ തന്നെ സുരക്ഷിതരായിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന വാഹനങ്ങൾ, പുറകെ വരുന്ന വാഹനങ്ങൾ, ഞങ്ങളുടെ വാഹനങ്ങൾ, കുറുകെ പോകുന്ന വാഹനങ്ങൾ എല്ലാം തട്ടിമുടി അപകടം ഉണ്ടാകാതിരിക്കാൻ നിന്റെ കെറിവുകളുടെ സംരക്ഷണം മക്കൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളോ അതുപോലെ തന്നെ അമിതമായ പാപകരമായ ചിന്തകൾ, വിചാരങ്ങളൊക്കെ കൊണ്ട് പ്രാർത്ഥനാ ജീവിതം ഡാമേജ് ആയിപ്പോയിട്ടുണ്ട് ഈശോയെ. അവരെല്ലാം നീ വിശുദ്ധമാരത് കഴുകണമേ. കൂടുതൽ ദൈവസ്നേഹത്തിൽ അവർ വളരാനും പുലരാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിത മാർഗത്തിന് വേണ്ടി കട, വ്യാപാരം, വ്യവസായം, കൊണ്ടുനടന്ന് വിൽക്കുന്ന സാധനങ്ങൾ, ഏജൻസി പണി ചെയ്യുന്നവർ, കമ്മീഷൻ ജോലി ചെയ്യുന്നവർ, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ, ജീവിക്കാൻ വേണ്ടി ഓരോരോ കാര്യവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ കർത്താവെ അവിടെ കൂടെ നീ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ തിരികെ വരുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള മാർഗം കാണിച്ചു തരണമേ. അവിടെ കാര്യങ്ങൾ പരിഹരിക്കാനും അവർക്ക് സമാധാനം ജീവിക്കാനുള്ള വഴികളുമായിട്ട് തിരിച്ചു വരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹം ഒത്തുവരാത്തവർ, ജീവിത പങ്കാളി കിട്ടാത്തവർ, അനുകൂലമായ ജീവിത പങ്കാളി നോക്കിയിരുന്ന് എല്ലാം അവസാനം അവർക്ക് പറ്റാത്തത് കിട്ടാൻ കുടുങ്ങിപ്പോയ ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിൽ എപ്പോഴും വീട്ടിൽ പള്ളിപ്പുരം പോകാൻ തോന്നാത്ത ആൾക്കാർ എപ്പോഴും കെട്ടണില്ലേ, അതൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ആൾക്കാരുടെ വർത്തമാനങ്ങൾ കാരണം പള്ളിയെയും സമൂഹത്തെയും ഒക്കെ വെറുത്ത് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഉള്ളിലേക്ക് ചുരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ഇങ്ങനെ ഭാവ വ്യത്യാസത്തിൽ മുഖം ഇങ്ങനെ കല്ലുപോലെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറേ മനുഷ്യർ വേദനിക്കുന്നുണ്ട്. അവരാരും സഹായിക്കും? നിനക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുന്നുള്ളൂ. ഈ പ്രഭാതത്തിൽ, ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് ഒരു സന്തോഷം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ കർത്താവിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ. നിന്നെ കർത്താവ് സന്ധിക്കട്ടെ, നിന്നെ കർത്താവ് വീണ്ടെടുക്കട്ടെ. മാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മക്കളെ, ഇന്ന് ഡിസംബർ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ വായിക്കുന്ന വചനം ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 57-58 തിരുവചനങ്ങൾ. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു,
നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. എന്നെ എപ്പോഴും, എന്നെ മാത്രമല്ല ലോകത്തെ മുഴുവൻ സ്പർശിച്ചൊരു വചനമാണിത്. ഈശോയ്ക്ക് മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്നുള്ളത്. അത് കർത്താവും തെരുവിൽ ഉറങ്ങുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടു കാണും. കർത്താവും തെരുവിൽ ഉറങ്ങിയിട്ടുണ്ട് ജീവിതകാലത്ത് എല്ലാം. അവരിങ്ങനെ എല്ലാ ആൾക്കാരുടെ കൂടെയും കർത്താവ് അവരുടെ ജീവിതാവസ്ഥകളിലെല്ലാം കർത്താവ് സന്ധിക്കുകയും അതെല്ലാം പ്രാർത്ഥനയുടെയും സന്ധിപ്പിൻ്റെയും ദൈവത്തിൻ്റെ കരുണയുടെയും ഒക്കെ മേഖലയാക്കി അത് മാറ്റിയിട്ടുണ്ട് സുവിശേഷത്തിൽ. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കണത് മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ ഇടമില്ല എന്നാണ്. നമ്മൾ ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞ സ്പേസ് ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. എല്ലാവരും ആൾക്കാർ നോക്കണത് സ്പേസ് ഉണ്ടാക്കുന്നതല്ലേ. ഇപ്പൊ വലിയ ക്രിമിനൽസ് പോലും ഒരാളെ തല്ലിയെന്ന് വിചാരിച്ചു, അവരുമായിട്ടുള്ള സ്പെഷ്യൽ കേസായിരിക്കും ചിലപ്പോൾ. അവിടെ പൊക്കിത്തരങ്ങള് തോന്നിവാസങ്ങള് പോലീസിൽ പറഞ്ഞായിരിക്കും കേസ്. പക്ഷെ അതിൻ്റെ പേരിൽ ഇവർ ഉപദ്രവിക്കും. പക്ഷെ നാട്ടുകാർ ചോദിക്കുമ്പോൾ പറയും അയാൾ ആരെങ്കിലും തോണ്ടിയിട്ടത് ഞാൻ കണ്ടതാണ്, അതുകൊണ്ടാണ് ആ വഴിയെ നടക്കാത്തത് കൊണ്ട്. അപ്പം ഇവൻ നല്ല പിള്ളയായി എന്ന് വെച്ചാൽ അവൻ്റെ തോന്നിവാസങ്ങളിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് കണ്ടെത്തുകയും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതായത് സ്പേസ് ഇല്ലാത്തവരും ഉണ്ട്. കാര്യം കുടുംബത്തിൽ ഇപ്പം മുതിർന്നവർ, ഇപ്പം ഇളയ മക്കളൊക്കെ ഉണ്ടല്ലേ, ഇളയ മക്കളൊക്കെ എപ്പോഴും ഒരു ദാർഢ്യമുള്ള മക്കളായിരിക്കും മിക്കവാറും. എല്ലാവരും അല്ല, എന്താ കാര്യം, അവർ വളർന്നു വരുമ്പോൾ മൂത്ത മക്കൾക്ക് ഭയങ്കര സ്നേഹം കിട്ടുന്നു, അത്രയും സന്ധിപ്പ് ഇവർക്ക് കിട്ടത്തില്ല. ഇവിടെ കുറ്റങ്ങൾ അന്വേഷിക്കുന്നു, തിരക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് വളരാനുള്ള സ്പേസ് കിട്ടത്തില്ല. പിന്നെ ഇവർ ഇടിച്ചു തല്ലിയാണ് ആ കുടുംബത്തിൽ സ്വന്തം വ്യക്തിത്വം ഉറപ്പിക്കുന്നത്. അപ്പം അവർ റഫായിരിക്കും, സ്പേസ് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതുപോലെ സ്പേസ് കിട്ടാത്ത അവസ്ഥകളാണ്. ഇപ്പം കുടുംബത്തിലൊക്കെ അവിടെ സ്കൂളിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ. 96.5, 96.4, 97, 96.4 എന്നൊക്കെ പറഞ്ഞ് ഒപ്പം നിൽക്കുകയാണ്. പരീക്ഷയുടെ പേപ്പർ കാണിക്കുമ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുകയാണ്. ഒന്നുമില്ലേ, ഏതാണ്ട് തോറ്റ പിള്ളേരെക്കാൾ കഷ്ടമായിട്ടിരിക്കുകയാണ്. ആരാണ് 97കാരൻ്റെ ഇരിപ്പ് കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുമ്പോൾ അവന് 1ാം റാങ്കുകാരനാകാനുള്ള സ്പേസ് അവിടെ ഇല്ല. കാര്യം 97കാരനുണ്ട്. അപ്പം 4 മാർക്ക് കുറവാണ്. പിന്നെ ആ പുസ്തകം ആ പേപ്പറും എടുത്തുകൊണ്ട് പിന്നെ ടീച്ചറിൻ്റെ പുറകെ ഹറാസ് ചെയ്ത് നടക്കുകയാണ്. വേണമെങ്കിൽ അമ്മനെ അപ്പനും ഒക്കെ വിളിപ്പിക്കും. എന്തിനാ, ഒരു കഥയില്ലെന്ന് നമുക്കറിയാം. ആ 4 മാർക്കിന് വേണ്ടി ഇവർക്ക് എന്തെല്ലാം കസരത്ത് കാണിക്കാം. ഈ കസരത്ത് കാണിക്കുന്നവർ ജീവിതകാലം മുഴുവനും കസരത്ത് കാണിക്കും. മാർച്ച് കള പോട്ട എന്ന് വെച്ചാൽ പോകാനേ ഉള്ളൂ. സ്പേസ് ഇല്ല. അത് ക്രിസ്തുവിൻ്റെ കൂടെ എണ്ണപ്പെടുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഒന്നിലും നിരാശപ്പെടേണ്ട. ഇപ്പം എനിക്ക് ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ തോറ്റു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിലാ, നാട്ടിലാ, അയൽക്കൂട്ടത്തിലാ, അല്ലെങ്കിൽ ഓഫീസിലാ, പാർട്ടിയിലാ നിങ്ങളെ സൈഡ് ലൈൻ ചെയ്തു. ഓക്കെ, സ്പേസ് ഇല്ല, നമുക്ക് സ്പേസ് കിട്ടിയില്ല. ജീവിതകാലം മുഴുവൻ സ്പേസ് കിട്ടാതിരുന്ന ഒരാളാണ് ഈശോ. സത്തത്തിൽ സ്ഥലം ലഭിച്ച സ്പേസ് കിട്ടിയില്ല, അങ്ങനെ തൊഴുത്തിലായി. പിന്നീട് ഇവർ വരുമ്പോഴെല്ലാം മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല, സ്പേസ് ഇല്ല. കുരിശെ ഭൂമി കിടക്കാൻ പോലും സ്പേസ് ഇല്ല, കുരിശെ കിടക്കണം. പിന്നെ അടക്കാൻ പോലും സ്പേസ് ഇല്ല. അരുതിമേത്തേക്കായും ജോസഫിൻ്റെ കല്ലറയിലാണ്. ഇപ്പം സ്പേസ് ഇല്ലാതെ ജീവിച്ച് സ്പേസ് ഇല്ലാതെ കടന്നുപോയ ഒരാളിൻ്റെ ജീവിതത്തിലെ നമ്മുടെ ആവേശം എന്ന് പറയുന്നത് ഏത് സ്പേസിലെ സിറ്റുവേഷനെ നീ അഭിമുഖീകരിക്കണം യേശുക്രിസ്തു നാമത്തിൽ. അപ്പം കർത്താവിൻ്റെ കൃപ നിന്നിലേക്ക് ആവശ്യിക്കുകയും നീ ശക്തിപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്.